ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കണ്ണൂര് ബീച്ചിന്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വന്നു. ആയ കാലത്ത് കുറെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചു. നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു. പിന്നീട് അവൻ എന്തോ ബന്ധത്തിൽപ്പെട്ടു, ഏതോ പെണ്ണുമായിട്ടുള്ള ഒരു ബന്ധത്തിൽപ്പെട്ടു. അവസാനം ആ പെണ്ണും അവനെ തേച്ചുപോയി. നിരാശ മനസ്സിനെ സ്വാധീനിച്ചപ്പോൾ അവൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കണ്ണൂരുള്ള ഒരു വലിയ ബീച്ചിന്റെ അരികിലുള്ള വലിയൊരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് അവൻ കയറി നിന്നു. താഴെ കുത്തിയൊലുകുന്ന അതല്ലെങ്കിൽ ആർത്തുവരുന്ന തിരമാലകളിലേക്ക് ചാടാൻ കാത്തിരിക്കുമ്പോ അവന് കാണാൻ സാധിച്ചു, ആ ചെറുപ്പക്കാരൻ തന്നെ രേഖപ്പെടുത്തിയതാ ഒരു സപ്ലിമെന്റിൽ ആ ചെറുപ്പക്കാരന്റെ വാക്കുണ്ടായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഏതോ അങ്കനവാടിയിൽ നിന്നും വിനോദയാത്രക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ആ തിരമാലയിൽപ്പെട്ട് വെള്ളം കുടിച്ച് മരണവെപ്രാളം കാണിക്കുന്നത് അവൻ കണ്ടു. പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ ചാടി താഴെ ഇറങ്ങി, ഓടിച്ചെന്ന് തിരമാലകളിലേക്ക് എടുത്തു ചാടി ആ കുഞ്ഞിനെ വാരിയെടുത്ത് രക്ഷപ്പെടുത്തി കരയിലേക്ക് വന്ന് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മണലുകളും വയറമർത്തി വെള്ളവും പുറത്തേക്ക് തള്ളി ആ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മയുടെ കൈകളിലേക്ക് വന്നുമ്പോ അതുവരെ നെഞ്ചു പൊട്ടിക്കരഞ്ഞ മാതാവ് തന്റെ പൈതലിനെ നോക്കാതെ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പോലും, മോനെ എന്നെ പടച്ചോൻ കൊണ്ടുവന്നതാ അവിടെ, എന്നെ പടച്ചോൻ കൊണ്ടുവന്നതാ അവിടെ. ആ അംഗനവാടിയിൽ നിന്നും വന്ന 40 രക്ഷിതാക്കളും 40 പേരും സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി പുഞ്ചിരിച്ച് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതുന്നു, അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഒരിക്കലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന്. എന്നെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്ന്. മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ വരുത്തുന്ന പുഞ്ചിരിയും മറ്റൊരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മയുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനമെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ പിന്നീട് എന്റെ മനസ്സിലുള്ളത് ഒരാളുടെ കണ്ണുനീര് തുടയ്ക്കാനും അവർക്ക് നന്മയിലേക്ക് എത്താനും എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചിന്തിച്ച് പരക്കം പാഞ്ഞ് എന്നെ കൊണ്ട് സാധ്യമാകുന്ന പലതും ഞാൻ ചെയ്തു കൊടുക്കുമ്പോ എന്റെ കാമുകുടിയോടൊപ്പം കുടിച്ചു കൂത്താടി നടന്ന കാലഘട്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് ആനന്ദവും സമാധാനവും തന്നത് എന്റെ നന്മ പ്രവർത്തിക്കുന്ന കാലത്തായിരുന്നു. ഞാൻ ചെയ്ത നന്മ ഒരാളുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്താൻ സാധിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മളെ കൊണ്ടൊരു സമൂഹത്തിനുണ്ടായ നേട്ടം എന്താ? നമ്മളെ കൊണ്ട് നമ്മുടെ നാടിനുണ്ടായ മാറ്റങ്ങൾ എന്താ? നമ്മളെ കൊണ്ട് നമ്മുടെ ദീനിനുണ്ടായ നേട്ടങ്ങൾ എന്താ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?